ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിയോഫിൻ സ്മൃതിപഥത്തിൽ നിന്ന് സ്നേഹപൂർവ്വം നിങ്ങളുടെ ബിനോയ് ലീനച്ചൻ. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ദേവദാസൻ തിയോഫിനച്ചൻ്റെ മാധ്യസ്ഥ ശക്തി ടിങ്കിളിനും ടിങ്കിളിൻ്റെ കുടുംബത്തിനും എപ്രകാരം അവർക്ക് അനുഭവവേദ്യമായി എന്ന് നമ്മൾ ചില അനുഭവ സംഭവങ്ങൾ കേൾക്കുകയുണ്ടായി. അതിനെ തുടർന്നുള്ള അല്പം കൂടെ ദേവദാസൻ്റെ മാധ്യസ്ഥയിൽ ലഭിച്ച അനുഗ്രഹങ്ങൾ അവർക്ക് ഒത്തിരി കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ട്. അതിൽ ചിലത് വീണ്ടും നമുക്ക് ശ്രവിക്കുവാനായിട്ട് ഒരുങ്ങാം. ടിങ്കിള് വർഷങ്ങളായിട്ട് ഈ ചെസ് കോമ്പറ്റീഷനിൽ ഇങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കോവിഡിന് മുമ്പും കോവിഡിന് ശേഷവും തമ്മിൽ വല്ലാത്തൊരു അന്തരം നമുക്ക് കാണാനായിട്ട് പറ്റും. കോവിഡിന് മുമ്പേ ഉണ്ടായിരുന്ന ഒരു സിറ്റുവേഷൻ, കോവിഡിന് ശേഷം ഈ ചെസ് കോമ്പറ്റീഷനായിട്ട് പോകുമ്പോഴൊക്കെ എങ്ങനെയാണ് അതിൻ്റെ അനുഭവങ്ങൾ, അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കാം. അതോടൊപ്പം തന്നെ ചെസ് കോമ്പറ്റീഷനിൽ ചിലപ്പോഴൊക്കെ വളരെ ടഫായിട്ടുള്ള കോമ്പറ്റീഷൻസൊക്കെ ഉണ്ടാകും. തോറ്റുപോകുമെന്ന് പോലും വിചാരിച്ചിരുന്നത് അത്ഭുതകരമായ രീതിയിൽ ദേവദാസൻ്റെ മാധ്യസ്ഥത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ വിജയിച്ച അനുഭവങ്ങളുമുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ ഉപകാരമായിരിക്കും. ഞാൻ ആദ്യമായിട്ട് കളിക്കാൻ പോയത് അണ്ടർ 6 ഡിസ്ട്രിക്റ്റ് ആയിരുന്നു. അപ്പം ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ടായിരുന്നു മമ്മ എന്നെ കൊണ്ടുപോയത്. അപ്പോൾ ഞാൻ കളിക്കാൻ തുടങ്ങിയതും എനിക്ക് ഫസ്റ്റ് തന്നെയായിരുന്നു കിട്ടിയത്. അവിടെ തൊട്ട് ഏകദേശം 2019 വരെ ഓൾമോസ്റ്റ് എല്ലാ കളികളിലും എനിക്ക് ഫസ്റ്റ് തന്നെയായിരുന്നു കിട്ടിയത്. ആഫ്റ്റർ കോവിഡ് കഴിയുമ്പോഴായിരുന്നു എനിക്ക് കോവിഡിൻ്റെ സമയത്ത് പ്രാക്ടീസ് കുറഞ്ഞു, ബ്രേക്കായി. അങ്ങനെ കുറേ നാളത്തേക്കൊന്നും കിട്ടില്ലായിരുന്നു കോവിഡ് കഴിഞ്ഞിട്ട്. 2024 വരെ, ഏകദേശം 23 വരെ എനിക്കൊന്നും തന്നെ കിട്ടിയില്ലായിരുന്നു. പിന്നെ 24 ആയപ്പോൾ അച്ഛനെ കണ്ടു, ബ്ലെസ്സിങ് മേടിച്ചു. ഇങ്ങനെ പ്രശ്നം പറഞ്ഞു, എല്ലാ കളിയും ഞാൻ തോറ്റു പോകുന്നു, എനിക്ക് കളിക്കാൻ പറ്റുന്നില്ല. ബിഗിനേഴ്സിനേക്കാളും ബാക്കിൽ ഇടയ്ക്ക് പോകുന്ന അവസ്ഥ എത്തിയായിരുന്നു. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചു. ഒരു ദിവസം വന്നിരുന്നു, സങ്കടമായി. ഓരോ കളികളിലും ബാക്കോട്ട് പോകാൻ തുടങ്ങി. ഇത്രയും നാളും ജയിച്ച് വന്നിട്ട് പെട്ടെന്നൊരു ദിവസം വന്നപ്പം ബാക്കിലോട്ട് പോകാൻ തുടങ്ങി. അങ്ങനെ ഇവിടുന്ന് ഒരു ദിവസം കളിക്ക് തലേ ദിവസം മുമ്പ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. അച്ഛൻ്റെ കയ്യിൽ നിന്ന് ബ്ലെസ്സിങ് മേടിച്ചിട്ടാണ് ഞാൻ പോയത്. ആ കളിയായിരുന്നു അണ്ടർ 19 ഡിസ്ട്രിക്റ്റ്. അത് ഫസ്റ്റ് കിട്ടി. അങ്ങനെ അവിടെ തൊട്ട് തുടങ്ങിയതാണ് ഇത്. അങ്ങനെ ഏറ്റവും വലിയ സമ്മാനം കിട്ടിയെന്ന് പറഞ്ഞാൽ ബീഹാറായിരുന്നു. അവിടെ എനിക്ക് കളിക്കാൻ ഒട്ടും തന്നെ പറ്റുന്നില്ലായിരുന്നു. ലാസ്റ്റത്തെ റൗണ്ടിൽ ഒക്കെ നല്ല തലവേദന എടുത്ത് കണ്ണ് കാണാൻ പറ്റാത്ത അവസ്ഥ. ടെൻഷൻ അടിക്കുമ്പോൾ തലവേദന എടുക്കും, കണ്ണ് ബ്ലറാവും. 4.5 മണിക്കൂറായിരുന്നു കളി. ഒരേ നേരം തന്നെ അവിടെ ഇരുന്ന് കളിക്കുമെന്ന് പറഞ്ഞാൽ പറ്റാത്ത ഇതായിരുന്നു. അപ്പോൾ ഓരോ റൗണ്ടിലും ഞാൻ അച്ഛനെ വിളിക്കും, അച്ഛോ എനിക്ക് ഇങ്ങനെ പറ്റുന്നില്ല, കളിക്കാൻ പറ്റുന്നില്ല എന്ന് പറയും. അപ്പം അച്ഛൻ ഇവിടെ വന്ന് നൊവേനയ്ക്കും അച്ഛൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ആ ടൂർണമെൻറ്റിലായിരുന്നു ഏറ്റവും വലിയ പ്രൈസ് എനിക്ക് കിട്ടിയത്. നാഷണലിൽ 2nd റണ്ണറപ്പ് കിട്ടി, സെലക്ഷൻ കിട്ടി. തായ്ലൻഡിൽ ഏഷ്യൻ കളിക്കാൻ വേണ്ടി എനിക്ക് സാധിച്ചു. അതായിരുന്നു എനിക്ക് ഏറ്റവും വലിയ തുടക്കം അന്ന് ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ട്. പിന്നെ അപ്പം മുതൽ ആന്ധ്ര കിട്ടി, സ്റ്റേറ്റ് കിട്ടി, അങ്ങനെ തുടർന്ന് പോയി. അതെ, ഞാനും ഓർക്കുന്നുണ്ട്. പലപ്പോഴും ചെസ് കോമ്പറ്റീഷനൊക്കെ ഇവിടെ നിന്ന് അവർ വ്യത്യസ്ത സ്ഥലങ്ങളിൽ പോകുന്നതിന് മുമ്പ് വൈകുന്നേരം ഇവിടെ വരാറുണ്ട്. തിയോഫിൻ സവിധത്തിൽ വന്ന് തിയോഫിൻ അച്ഛൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കും. ബൈ ചാൻസിലായിട്ടാണ് കണ്ടുമുട്ടുന്നത്. ഒരുപക്ഷെ അവർ ആഗ്രഹിക്കാറുണ്ട് ഒരു അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടണമെന്ന്. അപ്പോൾ ചിലപ്പോഴൊക്കെ ഇവർ വന്ന് പ്രാർത്ഥിച്ച് തിരിച്ചു പോകുമ്പോൾ അയ്യോ അച്ഛനെ ഒന്നും ആരെയും കണ്ടില്ലല്ലോ, അപ്രതീക്ഷിതമായിട്ടായിരിക്കും ഞാൻ പെട്ടെന്ന് പുറത്തിറങ്ങി വരുന്നത്. പെട്ടെന്ന് ഓടി വരും, ഒന്ന് ബ്ലെസ്സിങ് ചെയ്യണമെന്ന് പറയും. ഞാൻ പ്രാർത്ഥിക്കും. ദേവദാസൻ്റെ മാധ്യസ്ഥത്തോട് ചേർത്ത് വെച്ച് ആ കോമ്പറ്റീഷൻ വിജയിക്കുവാനായിട്ട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ വലിയ അനുഗ്രഹമാണ് ഈ നാഷണലിൽ വരെ എത്തിച്ചേരുവാനായിട്ട് ഈ ടിങ്കിളിന് സാധിച്ചത്. തീർച്ചയായിട്ടും തിയോഫിനച്ചൻ്റെ മാധ്യസ്ഥ ശക്തി വളരെ വലുതാണ്. അത് അവർ ഈ ചെസ് കോമ്പറ്റീഷൻ മേഖലകളിൽ മാത്രമല്ല, കുടുംബ ബന്ധങ്ങളിൽ, അവരുടെ വ്യക്തിപരമായ സാമ്പത്തിക മേഖലകളിലും അതുപോലെ തൊഴിൽ മേഖലകളിലൊക്കെ ദേവദാസൻ്റെ വലിയ മാധ്യസ്ഥ ശക്തി ഈ കുടുംബത്തിനുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഈ ചെസ്സുമായിട്ട് ബന്ധമല്ലാത്ത മറ്റു ചില മേഖലകളിൽ തിയോഫിനച്ചൻ ഇടപെട്ട അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അത് ഈ കോവിഡ് വരുന്ന സമയത്ത് വരാൻ തുടങ്ങിയിട്ടില്ല, അതിന് മുമ്പ് തന്നെ എല്ലാവരും ഏകദേശം വീടുകളിൽ തന്നെ ആവുന്ന ഒരു സമയത്ത് പെട്ടെന്ന് ഒരു ദിവസം തിങ്കളെ തലവേദന വന്നു. ഒരു ചെറിയ തലവേദനയായിരുന്നില്ല, തലവേദന വന്നിട്ട് നിക്കക്കൊള്ളില്ലാത്തൊരു തലവേദന.
അപ്പോൾ ജസ്റ്റ് നിൽക്കാണ്ട് വന്നപ്പോഴേക്കും പിന്നെ ഛർദിയിലൂടെ ആയപ്പോഴേക്കും നേരെ ലിസി ഹോസ്പിറ്റലിൽ ചെന്നു. അപ്പോഴേക്കും ഏകദേശം ആൾക്കാരൊക്കെ ഒന്ന് നീങ്ങി നിൽക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ അന്ന് ആശുപത്രി ചെന്നപ്പോൾ പെട്ടെന്ന് അഡ്മിറ്റ് ആക്കി. പിന്നെ അവിടെ നിന്നിട്ട് നമുക്ക് പരിചയമുള്ള ഒരു ഡോക്ടറായിരുന്നു. അപ്പോൾ തന്നെ അവിടെ അഡ്മിറ്റ് ആക്കി. പിന്നെ അങ്ങനെ മരുന്നുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ വേദന കുറയുന്നില്ല, കരഞ്ഞുകൊണ്ടേ ഇരിക്കണേണ്. അപ്പം തന്നെ ഞാൻ അച്ഛനെ വിളിച്ചു പറഞ്ഞു. പിന്നെ ഇവിടെ വന്നു. അച്ഛൻ്റെ എണ്ണ തൈലവും തന്നിട്ട് എണ്ണ തന്നിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി കൊച്ചിന് അത് തലയിലും വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇവിടെ കുർബാനയിലൊക്കെ പറഞ്ഞപ്പോൾ എന്തോ അത്ഭുതം. ഡോക്ടർ തന്നെ പെട്ടെന്ന് മാറിയല്ലോ, ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല, ഒരു സ്കാനിങ് ചെയ്യണം, അട്ടലിന്നൊക്കെ എന്തോ ഫ്ലൂയിഡ് എടുത്ത് എന്തോ ചെയ്യണം എന്നൊക്കെ ഡോക്ടർ തീരുമാനിച്ചിരുന്ന സമയത്ത് പിറ്റേന്നായപ്പോഴേക്കും അത് ഒരു ദിവസം കഴിഞ്ഞ് പിറ്റേ അത് ചെയ്യാൻ ഡോക്ടർ തീരുമാനിച്ചപ്പോഴേക്കും അത്ഭുതകരമായ ആ എണ്ണയിലൊരു ശക്തി, ഭയങ്കര ഒരു ശക്തി കിട്ടി. ഡോക്ടറിന് തന്നെ ഭയങ്കര അത്ഭുതം തോന്നി, ഇത് എങ്ങനെ ഇത്ര പെട്ടെന്ന് മാറി. പിന്നെ ആരോഗ്യത്തെ നട്ടലിൽ നിന്ന് എടുക്കുന്ന പറയുമ്പോ പുള്ളിക്കാരത്തെ ആകെ വിഷമിച്ചു. കാരണം നട്ടലിൽ നിന്ന് ഇഞ്ചക്ട് ചെയ്ത് എടുക്കാന്നടുത്ത് ആരോഗ്യത്തെ ബാധിക്കും. അപ്പൊ പുള്ളിക്കാരത്തെ കരഞ്ഞോണ്ട് വന്നിട്ട് വിളിച്ചേട്ടാ എങ്ങനെയുണ്ട്. അതെ, അന്ന് ചേട്ടനാണ് ഇവിടുന്ന് എനിക്ക് പോയപ്പോ വീണ്ടും ഓർമ്മ വന്നു. ആ എണ്ണ വാങ്ങിച്ച ഇവിടുന്ന് അച്ഛന്റെ എണ്ണ വാങ്ങിച്ചോണ്ട് ഇവിടുത്തെ തീവ്രച്ഛന്റെ എണ്ണ വാങ്ങിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് വന്ന് അപ്പൊ അത് പുരട്ടി ഇപ്പൊ പെട്ടെന്ന് തന്നെ മാറി. പിന്നെ അതോട് ബന്ധപ്പെട്ട് എന്താണ് ഫേഷ്യൽ പാളി. പിന്നെ അത് എനിക്ക് ഒരു ഫേഷ്യൽ പാളി എന്ന് പറഞ്ഞ ഒരു പ്രശ്നം പെട്ടെന്ന് വന്നു. അതും ഭയങ്കര അത്ഭുതമാണ്, അത് പറയാതിരിക്കാൻ പറ്റില്ല. അത് ഇങ്ങനെ ഒരു സൈഡ് മുഴുവനും കോടിപ്പോണ അവസ്ഥയായിരുന്നു അത്. അപ്പൊ എനിക്ക് തന്നെ ആദ്യം അറിഞ്ഞില്ല എനിക്കിത് ഉണ്ടെന്ന്. അപ്പൊ എന്റെ വിചാരം ഞാൻ എന്തോ ചിരിക്കുമ്പോഴും കരയുന്ന ഒരു അവസ്ഥയായിട്ട് എനിക്ക് ഉള്ളിൽ ഫീൽ ചെയ്തു. പിന്നെ പെട്ടെന്ന് നോക്കിയപ്പോഴാണ് ഇവിടെ ഒരു സൈഡിലൊരു നീരായിട്ട് ഫീൽ ചെയ്തു. ഡോക്ടറെ ചെന്ന് കണ്ടപ്പോൾ ഡോക്ടർ ചെക്ക് ചെയ്തപ്പോൾ ഡോക്ടർ എന്നെ പേടിച്ചു. ഇപ്പൊ ഫേഷ്യൽ പാളി ആണ്, ഇത് തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്, എൻ്റെ ഒരു സൈഡ് തന്നെ തളർന്നു പോകും എന്നാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷെ അതും അച്ഛൻ്റെ പ്രാർത്ഥനയുടെ ഫലമായി ഡോക്ടറെ കണ്ട പിറ്റേ ദിവസം തന്നെ ഡോക്ടർ മരുന്ന് തന്ന. ഡോക്ടർ പറഞ്ഞ് ഞാൻ അധികം താമസിക്കാതെ തന്നെ ഒരു സൈഡ് തളർന്നു പോകും, ഒരു സൈഡ് കണ്ണ് കാണാണ്ടായി പോകും. അപ്പൊ ഇന്ന് രാത്രി മുതൽ കണ്ണ് അടച്ചു വെച്ചിട്ടാണ് കിടക്കണം, ആ സൈഡിൽ കണ്ണ് അടച്ചു വെച്ചിട്ട് കിടക്കണം, തുണി വെച്ചിട്ട്, അല്ലെങ്കിൽ തുറന്നു വരില്ല. പിന്നെ എമർജൻസി MRI ഒക്കെ ഡോക്ടർ എടുത്തു. അപ്പൊ തന്നെ എമർജൻസി ആയിട്ട് അന്ന് തന്നെ രാത്രി തന്നെ MRI ഒക്കെ എടുത്തു. പിറ്റേ ദിവസം തന്നെ ഫിസിയോതെറാപ്പിയും സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ ഇതൊന്നും വേണ്ടി വന്നില്ല. പിറ്റേ ദിവസം തന്നെ 2 ദിവസത്തിനുള്ളിൽ ആ അസുഖം മാറി. ഡോക്ടർ എന്ന് വെച്ചാൽ ഇതെങ്ങനെ മാറി, ഒരാൾക്കും ഇങ്ങനെ മാറൂലല്ലോ. പക്ഷെ അത് തിയോഫിലച്ച് മാത്രം മാറ്റിയത് അങ്ങനെ പറഞ്ഞു. അതൊക്കെ ശരിക്കും അതൊന്നും പറഞ്ഞു തീരാത്തയാണ്. പിന്നെ ഈ കൊച്ചിനെ കിട്ടിയത് തന്നെ ശരിക്കും ആദ്യത്തെ പ്രസവം സിസേറിയൻ ആയിരുന്നു. നമുക്ക് അതിനെക്കുറിച്ച് അടുത്ത ഒരു എപ്പിസോഡിൽ നമുക്കത് ഷെയർ ചെയ്യാം. ഇപ്പോൾ ഈ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു. നമുക്ക് തിയോഫിനച്ചന് ദൈവത്തിന് നന്ദി പറയാം. തിയോഫിനച്ചനെ നമുക്ക് നൽകിയതിനെ ഓർത്ത്, അച്ഛൻ്റെ മാധ്യസ്ഥ ശക്തിയെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. സ്നേഹമുള്ളവരെ, ഇത് വീണ്ടും ഒരിക്കൽ കൂടെ അടുത്തൊരു എപ്പിസോഡിലൂടെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിരിക്കും. ആ എപ്പിസോഡിൽ ഒത്തിരി കാര്യങ്ങൾ നമ്മളെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന, വിസ്മയിപ്പിക്കുന്ന തിയോഫിനച്ചൻ്റെ മാധ്യസ്ഥ ശക്തി ഈ കുടുംബത്തിലുള്ളവർക്ക് എപ്രകാരം അനുഭവവേദ്യമായി എന്ന് നമുക്ക് ശ്രവിക്കാം. ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവ്വം, ബിനോയ് ലീൻ.